ജൂൺ 2013 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ഡ്രോപ്പാണ് ഇന്നലെ ഗോൾഡ് സംഭവിച്ചത്. 3000 പിപ്പാണ് ഒറ്റ ദിവസം കൊണ്ട് താഴത്തേക്ക് വന്നത്. സോ ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഒരൊറ്റ പോക്ക് താഴത്തേക്കായിരുന്നു. അതിന് മുന്നത്തെ ദിവസം ഒരു 1500 പിപ്പ് അടുത്ത് മേലിലേക്ക് പോയതിന് ശേഷമാണ് 3000 പിപ്പ് താഴത്തേക്ക് വന്നത്. ആൻഡ് വി ടാപ്ഡ് ഇൻ ടു വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. ക്രൈസിസ് പുൾ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രത്തോളം ബിഗ് പുൾ ബാക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് എടുത്ത് പയ്യെ താഴത്തേക്ക് ഇറങ്ങുമെന്നായിരുന്നു. ബട്ട് ഇറ്റ് ജസ്റ്റ് വെൻ ലോവർ. എനിവേ ട്രേഡബിൾ മാർക്കറ്റാണ്. ട്രംപ് റീസെൻ്റ്ലി പ്രസിഡൻ്റ് ആയതിനു ശേഷം ഇതുപോലൊരു മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. ഹൈലി വോളറ്റൈൽ ആയിരുന്നു. ചെറിയ മൂവ് പോലെ 200, 300, 400 പിപ്പ് എന്ന് പറഞ്ഞ് ഉള്ള മൂവ്സ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് പ്ലേസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അന്നത്തെ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് പാടാണ്, ഇതുപോലത്തെ ഒരു മാർക്കറ്റ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് ട്രേഡ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടും റിസ്ക് എങ്ങനെ വെക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. റിസ്ക് മാനേജ് ചെയ്ത് സ്റ്റോപ്പിനനുസരിച്ചുള്ള റിസ്ക് മാനേജ് ചെയ്ത് ലെവറേജ് കുറച്ച് ട്രേഡ് എടുക്കുന്നുണ്ട്. ഈ മാർക്കറ്റും ട്രേഡബിൾ ആണ്. കണ്ടിന്യൂവേഷൻ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്ന് തന്നെ റിവേഴ്സൽസ് ഒന്നും ക്യാച്ച് ചെയ്യാൻ നോക്കണ്ട. ആ ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെ ട്രേഡ് ചെയ്ത് പോയാൽ മതി. എനിവേസ് ഗോൾഡ് ഈ ഒരു ആഴ്ച തുടങ്ങിയത് തൊട്ട് മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ നല്ല ക്രേസി മൂവ്സ് ആണ് തന്നിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ലൈറ്റ് ആയിട്ടൊരു പുൾ ബാക്ക് തന്ന ഡ്രോപ്പിൽ നിന്ന് തിരിച്ച് ഒരു റീട്രേസ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് മൈറ്റ് കണ്ടിന്യൂ. നമ്മൾ വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നറിയില്ല. എനിവേസ് കുറേ നാളത്തെ റാലിക്ക് ശേഷമാണ് ഗോൾഡ് വീഴുന്നത്. മേ ബി കുറച്ച് പേർക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെഡ്ഡിങ് സീസണൊക്കെ ആണെന്നറിയാം. സോ അന്നേരത്തേനും കുറച്ച് പേർക്ക് കുറച്ച് ലാഭത്തിൽ അല്ലെങ്കിൽ കയറിപ്പോയതിന് കുറച്ച് ലാഭത്തിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റും. എനിവേ ഇറ്റ്സ് ക്ലോസ് ടു 80,000 ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 85-90 അടുത്തങ്ങാണ്ട് തന്നെയാണ് നിൽക്കുന്നത്. വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഉണ്ടാക്കിയ ഒരു ഗ്രേറ്റ് ഹൈന്ന് ഒരു ചെറിയ റിട്രേസ്മെൻറ്റും കുറച്ചൊരു ആശ്വാസവും കിട്ടും. സോ ലെറ്റ്സ് സീ ഹൗ ദ റെസ്റ്റ് ഓഫ് ദ വീക്ക് ഗോസ്. ബൈ.